ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. സ്നാക്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ആ റെസിപ്പി. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലേസ് ചാട്ട് റെഡിയാക്കുന്നതെന്ന് നോക്കാം. രണ്ട് രീതിയിൽ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കാണണ്ടേ, നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഇതാ 3 ഫ്ലേവറിലുള്ള ലേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു സവോളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു തക്കാളിയുടെ 1/4 ഭാഗം സീഡ്സ് റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ റൗണ്ടിൽ സ്ലൈസ് ചെയ്തെടുത്ത് തക്കാളി ഉണ്ട്, കുക്കുംബറും ഉണ്ട്. ഇത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇത്ര ഇൻഗ്രീഡിയൻസും കുറച്ച് ചാട്ട് മസാലയും കുറച്ച് തൈരും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ലേസ് ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിയേണ്ട, ചെറിയ പീസുകളായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കട്ടെ. നമുക്ക് പതുക്കെ ഇതുപോലൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് കടിക്കാൻ കിട്ടണ്ടേ, അതുകൊണ്ടാണ് നന്നായിട്ട് പൊടിയുണ്ടെന്ന് പറഞ്ഞത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. വലിയവർക്കും കഴിക്കാം. പിന്നെ ഒരു ഫ്ലേവറിലുള്ള ലേസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളെങ്കിലും ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. 3 ഫ്ലേവർ ഉള്ളപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാ ഫ്ലേവറും ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ എല്ലാം പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ ലേസ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു രീതിയിൽ ആദ്യം പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ലേസ് ഇതുപോലെ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ലൈസ് കുക്കുംബർ വയ്ക്കുന്നുണ്ട്, ഒരു സ്ലൈസ് തക്കാളി വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മുടെ സവോളയും തക്കാളിയും അതുപോലെ തന്നെ ഈ പച്ചമുളകും എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഈ ഒരു തക്കാളിയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ പൊടിച്ചു വെച്ചില്ലേ ലേസ്, കുറച്ച് ലേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പല രീതിയിൽ ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ലേസ് ഇത്രയും പൊടിയണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. താഴെയുള്ള ലേസിൻ്റെ മുകളിൽ ഈ ലെയറൊക്കെ സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഇത്രയും ലേസ് പൊടിച്ചെടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് കുറച്ച് തൈര് അവിടെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് തൈര് വേണ്ട, കുറച്ച് മതി. പുളിയില്ലാത്ത തൈരായിരിക്കണം, നല്ല പുളിയുള്ള തൈര് യൂസ് ചെയ്യരുത് കേട്ടോ. ഇതിന് മുകളിലായിട്ട് കുറച്ച് ചാട്ട് മസാല, വളരെ ചെറിയ അളവിൽ ചാട്ട് മസാല പാടുള്ളൂ. ചാട്ട് മസാലയ്ക്ക് ഉപ്പുണ്ട്. പിന്നെ ചെറിയൊരളവിൽ മല്ലിയില. അപ്പോൾ ദാ നമ്മുടെ ഒരു ലേസ് ചാട്ട് റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് പല ഫ്ലേവറിലുള്ള ലേസ് ചാട്ടുകൾ റെഡിയാക്കാം. ഞാനിപ്പോൾ ഇതുപോലെ പല ഫ്ലേവറിലുള്ള ലേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ഫ്ലേവറിലുള്ള ലേസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ലേസ് ചാട്ടിൻ്റെ ഒരു രീതിയിലുള്ള പ്രസൻറ്റേഷൻ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഈ രീതി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത്രയും സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കൂടി പ്രസൻറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പൊടിച്ചിട്ടില്ലേ ലേസ്, അത് കുറച്ച് വലിയ പീസായാലും കുഴപ്പമില്ല കേട്ടോ. ഈ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒരുമിച്ച് ചേർക്കുക. അപ്പോൾ ഞാൻ കുറച്ച് തക്കാളി കട്ട് ചെയ്തത് കൂടുതലുണ്ട്, അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ചാട്ട് മസാല ആഡ് ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ്. ഇതായിരിക്കും ഒട്ടും സമയമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള രീതി. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി സെർവ് ചെയ്യാം. ഇത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രവും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാകും. നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാകും. നമ്മൾ സെർവ് ചെയ്യുന്ന ഡിഷിൻ്റെ ഭംഗി കണ്ടിട്ടാണല്ലോ നമ്മൾ ആദ്യം കണ്ണുകൾ കൊണ്ട് എൻജോയ് ചെയ്തിട്ടാണല്ലോ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പീസ് ചെറുനാരങ്ങയും അതുപോലെ തന്നെ അവിടെ ആയിട്ട് 1-2 ഡ്രോപ്പ് തൈരും ഒക്കെ ചേർത്തിട്ട്, അധികം തൈര് വേണ്ട കേട്ടോ, ഇതും പുളിയില്ലാത്ത തൈര് തന്നെ യൂസ് ചെയ്യണേ. കുറച്ച് മല്ലിയില മുകളിൽ വിതറിയിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയാണ് ഏറ്റവും ഇഷ്ടമായത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഫസ്റ്റ് കാണിച്ചതാണോ സെക്കൻഡ് കാണിച്ചതാണോ ഇഷ്ടമായത്? ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയത് ഇതായിരിക്കില്ലേ? പിന്നെ രണ്ടും കഴിക്കുമ്പോൾ 2 രീതിയിലുള്ള ടേസ്റ്റാണ്. അതിൽ കുക്കുംബറും
നമ്മൾ ഫസ്റ്റ് കാണിച്ചതിൽ കുക്കുമ്പറും തക്കാളിയും ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടും, അതുപോലെ ആ ലേസിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ബേസ് ആയിട്ട് കിട്ടും. അപ്പോൾ 2 രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പികളൊക്കെ ഉൾപ്പെടുത്തുന്ന വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇത് ഞാൻ എപ്പോഴും ചെയ്യാറില്ല, അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.